ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 37 കണക്കാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 11 × 11 111 × 111 കണക്കാക്കുക. 1111 × 1111 എന്തായിരിക്കുമെന്ന് ഊഹിക്കാമോ? ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. തുടർന്നുള്ള ഇത്തരം ഗുണനഫലങ്ങൾ ക്രമമായി എഴുതുക. അപ്പോൾ 11 × 11 നമുക്കറിയാം. 11 × 11 121. 111 × 111 12321. ഇവിടെ 2 ഒന്നാണല്ലോ 11-ന്. ഇവിടെ 111 3 ഒന്നുകൾ. അപ്പോൾ ഈ ഓർഡർ ഒന്ന് നോക്കി നോക്ക്. 2 ഒന്നുകൾ വരുമ്പോൾ നടുവിൽ 2, അപ്പുറത്തും ഇപ്പുറത്തും 1. 3 ഒന്നുകൾ വരുമ്പോൾ 3 നടുവിൽ, പിന്നെ 2 1 2 1. ഇനി 1111 × 1111 ആണെങ്കിൽ എന്ത് വരും? 4 ഒന്നുകളല്ലേ. അപ്പം നടുവിൽ 4 വരും, ഈ വശത്ത് 3 2 1. അതേപോലെ 3 2 1. ഇനി 5 ഒന്നുകൾ 5 ഒന്നുകളാണെങ്കിലോ 3 4 5 എന്ത് വരും? നടുവിൽ 5 വരും. ഇവിടെ 4 3 2 1. ഈ വശത്തും 4 3 2 1. അങ്ങനെ തുടർച്ചയായിട്ട് എഴുതി നോക്കുക. ഇനി രണ്ടാമത്തെ കണക്ക്. ചുവടെയുള്ള കണക്കുകൂട്ടലുകൾ നോക്കൂ. 1 + 3 4, 4 + 5 9, 9 + 7 16. ഇത് തുടർന്ന് 100 വരെയുള്ള സമചതുര സംഖ്യകൾ കണക്കാക്കുക. ഈ 4 9 16 25 36 ഇതാണ് സമചതുര സംഖ്യകൾ. അതായത് അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ. ഇപ്പോൾ ഇത് 1ഉം 3ഉം കൂട്ടിയാൽ 4. പിന്നെ ഈ 4ഉം ഈ അടുത്ത ഒറ്റ സംഖ്യ 3 കഴിഞ്ഞാൽ 5ഉം, അതാണ് 9. പിന്നെ 9ൻ്റെ കൂടെ അടുത്ത ഒറ്റ സംഖ്യ 16. ഇതുപോലെ തുടർന്ന് എഴുതി നോക്കാം. 1 + 3 = 4. പിന്നെ 4 + അടുത്ത ഒറ്റ സംഖ്യ 5 = 9. പിന്നെ 9 + അടുത്ത ഒറ്റ സംഖ്യ 7 16. പിന്നെ 16 + 9 25. പിന്നെ 25 + 11 36. 36 + 13 49. പിന്നെ 49 + അടുത്തൊറ്റ സംഖ്യ 15. 7 49 8 64. പിന്നെ 64 + 17 81. പിന്നെ 81 + 19 എത്രയാണ്? 100. ഇതാണ് സമചതുര സംഖ്യകൾ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81, 10 × 10 100. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1 3 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക? ഇതിൻ്റെ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ്? അപ്പം നോക്കാം. ഒറ്റ സംഖ്യകൾ 1 3 5 7 9. 5 ഒറ്റ സംഖ്യകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ 1 + 3 4 ആണല്ലോ. പിന്നെ 3 ഒറ്റ സംഖ്യകളുടെ തുക നോക്ക്. 1 + 3 + 5 9 ആണ്. അപ്പോൾ 3 ഒറ്റ സംഖ്യകളുടെ തുക 9. ഇനി 4 ഒറ്റ സംഖ്യകളുടെ തുകയോ 16 ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്ക്.
2 ഒറ്റ സംഖ്യകളുടെ തുക 2 × 2, 3 ഒറ്റ സംഖ്യകളുടെ തുക 3 × 3, 4 ഒറ്റ സംഖ്യകളുടെ തുക 4 × 4. അപ്പോൾ 5 ഒറ്റ സംഖ്യകളുടെ തുക 25 ആയിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നമ്മളിവിടെ ചെയ്ത പോലത്തെ ഇതാണ് എല്ലാം അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക എന്നാണ് ചോദിച്ചത്. ഏത് ഒരു സംഖ്യകൾ ഗുണിച്ചാലാണ്? ഇപ്പം 4 കിട്ടണമെങ്കിൽ 2 × 2 ആണ്. അപ്പോൾ 400 കിട്ടണ എത്രയായിരിക്കും? 20 × 20, അതാണ് 400. 4ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ 2 × 2 4. അപ്പോൾ 20 × 20 ഗുണിച്ചാലാണ് 400 കിട്ടുക. അപ്പോൾ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ശ്രേണി ഒന്നും കൂടി നോക്കാം നമുക്ക്. 1 + 3, 1 + 3 4 ആണ്. 1 + 3 + 5 9, 1 + 3 + 5 + 7 16, 1 + 3 + 5 + 7 + 9 25. അപ്പോൾ 2 ഒറ്റ സംഖ്യകൾ 4, 3 ഒറ്റ സംഖ്യകൾ 9, 4 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 16, 5 ഒറ്റ സംഖ്യകളുടെ തുക 25. ഇനി രണ്ടാമത്തെ ഒറ്റ സംഖ്യ, ഇവിടെ നമുക്ക് 400 ഒറ്റ സംഖ്യകളുടെ തുക 20 ഒറ്റ സംഖ്യകളുടെ തുക 400 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ് എന്നാണ്. അപ്പോൾ ഈ ശ്രേണി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2 ഒറ്റ സംഖ്യകൾ, അതിൽ രണ്ടാമത് കൂട്ടുന്ന ഏതാണ്? 3 ആണ്. 3 ഒറ്റ സംഖ്യകളിൽ അവസാനം കൂട്ടുന്ന 5, പിന്നെ 4 ഒറ്റ സംഖ്യകളിൽ അവസാനം കൂട്ടുന്ന 7, പിന്നെ 9. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 20ാമത്തെ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കണം. 2 ഒറ്റ സംഖ്യകൾ നോക്ക്. 2 പ്ലസ് അതിൻ്റെ താഴെയുള്ള നമ്പർ 1 കൂട്ടുന്ന സംഖ്യ 3. 3 ഒറ്റ സംഖ്യകളിൽ അവസാനം കൂട്ടുന്നത് 3, അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എത്രയാണ്? 2, 5 ആണ്. 4 ഒറ്റ സംഖ്യകളിൽ അവസാനം കൂട്ടുന്ന നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 4ഉം അതിന് തൊട്ട് താഴെയുള്ള നമ്പർ എത്രയാണ്? 3, 7 ആണ്. 5 ഒറ്റ സംഖ്യകളിൽ 5 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുമ്പോൾ അവസാനത്തെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 5, അതിൻ്റെ താഴെയുള്ള നമ്പർ 4, 9. അപ്പോൾ ഇവിടെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400. അപ്പം 20, അതിൻ്റെ താഴെയുള്ള നമ്പർ എത്രയാണ്? ഒറ്റ സംഖ്യ താഴെയുള്ള നമ്പർ 19 ആണ്. അപ്പോൾ 20 കൂട്ടിയാൽ എത്രയാണ്? 39. അപ്പോൾ 20 ഒറ്റ സംഖ്യകളിലെ തുക കണ്ടുപിടിക്കുമ്പോൾ അവസാനം കൂട്ടുന്ന നമ്പർ എത്രയാണ്? 39. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? അപ്പോൾ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ 50ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ എത്രയാണ്? 20ാമത്തെ ഒറ്റ സംഖ്യ എങ്ങനെ കണ്ടുപിടിച്ച്? 20ൻ്റെ താഴത്തെ നമ്പർ കൂട്ടി. അതുപോലെ 50ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ 50 കൂട്ടണം 49, 99. 50ാമത്തെ ഒറ്റ സംഖ്യ 99. 1 മുതൽ ഈ സംഖ്യ വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ എത്ര വരെയാ? 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ 1 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യകളാണ്? 50. അപ്പോൾ 50 ഒറ്റ സംഖ്യകളുടെ തുക 50 × 50, 2500 ആയിരിക്കും. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ചിത്രങ്ങൾ നോക്കൂ. ഈ രീതിയിൽ 25നെ തുകയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? 36നെയോ 100നെ ഇങ്ങനെയുള്ള തുകയായി പിരിച്ചെഴുതാമോ? അപ്പോൾ ഒരു സമചതുരം വരച്ചിരിക്കുന്നു. ഒരു സമചതുരം വരച്ചിരിക്കുന്ന അതിൽ
4നെ എങ്ങനെയാണ് 4 കുത്തുകളിട്ട് അതിനെ ഇങ്ങനെ ഭാഗിച്ച് അതിൽ ആദ്യത്തേൽ 1, രണ്ടാമത്തേൽ 2, പിന്നെ 1. അപ്പോൾ രണ്ടാമത്തെ എങ്ങനെയാണ് 9നെയാണ് ഭാഗിച്ചത്. 9 കുത്തുകളിട്ട് അതിനെങ്ങനെ ഭാഗിച്ച് എന്നിട്ട് ആദ്യത്തേൽ 1, പിന്നെ 2, പിന്നെ 3, 2, 1 അങ്ങനെ വന്നു. ഇനി 16നെ വായിച്ച് നോക്ക്. 16 കുത്തുകളിട്ട് ആദ്യം 1, പിന്നത്തേൽ 2, പിന്നത്തേൽ 3, പിന്നത്തേൽ 4, 3, 2, 1. എന്താ ചോദിച്ചാൽ ഇതേ രീതിയിൽ 25നെ തുകയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? 25നെയും 36നെയും 100നെയും പിരിച്ചെഴുതണം. ഇപ്പം നോക്കാം. 25നെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? 25 5 ഇങ്ങനെയും 5 ഇങ്ങനെയും കുത്തിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതാ ആദ്യം ഒന്നുള്ളത് പിന്നെ ഇതിൽ ഇങ്ങനെ വരഞ്ഞ് അപ്പം നോക്ക്. ഫസ്റ്റിൽ 25 സമം 1, പിന്നെ രണ്ടാമത്തിൽ 2, പിന്നെ +3, +4, പിന്നെ +5, പിന്നെ എത്രയാണ് വരുന്നത്? +4, പിന്നെ +3, +2, +1. അതേപോലെ 36നെയും നമുക്കിങ്ങനെ വരഞ്ഞ് നോക്കാണ്ട് തന്നെ ഇനി എഴുതാലോ. 36 എന്ന് പറയുമ്പോൾ ഇതാ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 25ന് ഇവിടെ നടുവിൽ 5 വന്ന്. അതേപോലെ 36ന് നടുവിൽ 6 ഇടാം. പിന്നെ അപ്പുറത്ത് 5, 4, 3, 2, 1. അതേപോലെ ഇപ്പുറത്ത് 5, 4, 3, 2, 1. ഇനി 100നെ ഇങ്ങനെ പിരിച്ചെഴുതാമോ എന്നാണ് ചോദിച്ചത്. 100നെ പിരിച്ചെഴുതാമോ? ഇങ്ങനെയുള്ള തുകയായി പിരിച്ചെഴുതാമോ? 100 എന്ന് പറയുമ്പോൾ 36ന് 6 കുത്താട്ടെ. 100ന് നമ്മൾ എത്ര എണ്ണം? 10. അപ്പം നടുവിൽ എത്ര വരണം? 10. അപ്പം ഇവിടുന്ന് 9, 8, 7, 6, 5, 4, 3, 2, 1. അതേപോലെ ഈ വശത്തും 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ.